എത്ര കാത്തിരുന്നാലും ആറ്റുകാലമ്മയെ ഒന്ന് കാണണം. പൊങ്കാല അർപ്പിക്കും മുൻപ് നേരിട്ട് ആഗ്രഹങ്ങളെല്ലാം പറയണം. പൊങ്കാലത്തലേന്ന് ആറ്റുകാൽ ക്ഷേത്രനട അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറുകയാണ്. പ്രാർത്ഥനകളേറെയാണ്, ആഗ്രഹങ്ങൾ പലതുണ്ട് പറയാൻ. ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷങ്ങളാണ്. ഇതുവരെ കാണാത്ത തിരക്കാണ് പൊങ്കാലത്തലേന്ന് ക്ഷേത്രനടയിൽ കണ്ടത്. മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. അമ്മയെ ഒരു നോക്ക് കാണുക മാത്രം ലക്ഷ്യം. ഞാൻ 3 വർഷം പൊങ്കാല ഇട്ടു. ഇനി പിന്നെ 4ാമത്തെ ഇപ്പോഴും. ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ മഹാകുംഭമേളയ്ക്കും പോയവന് അയോധ്യ പോയിട്ട് വന്ന് ഇത് അമ്മമാരുടെ മഹോത്സവം വളരെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഭക്തർക്ക് ഒരു അസൗകര്യവുമില്ലാതെ ക്ഷേത്ര ദർശനം സാധ്യമാക്കുമെന്നാണ് മന്ത്രി VN വാസവന്റെ ഉറപ്പ്. പരാതിരഹിത പൊങ്കാല നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമുണ്ടെന്നും ക്ഷേത്രം സന്ദർശിച്ച മന്ത്രി പറഞ്ഞു. നമ്മൾ ഇതിനോടകം തീരുമാനിച്ച ഒരുക്കങ്ങളെല്ലാം പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ കാലായി കൂട്ടി ഞങ്ങൾ നിരവധി മീറ്റിങ്ങുകൾ കൂടിയിരുന്നു. 1000-ൽ പരം വനിതാ പോലീസുകാർ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുരുഷ പോലീസുകാർ മുഴുവൻ അണിനിരന്നിരിക്കുന്നു. ഫയർഫോഴ്സ് അണിനിരന്നു 400-ൽ പരം വനിതകളുമായിട്ട്. അവരുടെ വണ്ടികൾ മുഴുവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭക്തിയുടെ പാരമ്യതയിലാണ് ക്ഷേത്രവും പരിസരവും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി പൊങ്കാല അർപ്പിക്കാനുള്ള കാത്തിരിപ്പിന്റെ രാത്രികളാണ്. രാവിലെ ക്ഷേത്രമുറ്റത്തെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ തലസ്ഥാന നഗരം യാഗശാലയാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.